ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. ഇന്നൊരു കിച്ചൺ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് ഇഡ്ഡലി, ദോശ, അപ്പം ഇതിൻ്റെയൊക്കെ മാവ് അരച്ച് വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ ഇത് നന്നായി പൊങ്ങി വരുന്നില്ല എന്ന്. പ്രത്യേകിച്ചും തണുപ്പ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ മാവ് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പത്തിനുള്ളതാണ്. ഞാൻ അതിനകത്ത് അരിയും കുറച്ച് ചോറും ഫ്രഷ് തേങ്ങായും ഈസ്റ്റും ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താണ് ഈ മാവ് അരച്ച് വെച്ചിരിക്കുന്നത്. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് മാവ് മിക്സ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മാവ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് മൂടി വെക്കുക. അതിനുശേഷം ഈ പാത്രം, മാവിരിക്കുന്ന പാത്രം ഇറങ്ങാൻ വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കണം. തിളച്ച വെള്ളം എടുക്കരുത്, എന്നാൽ തീരെ ഇളം ചൂടുവെള്ളം എടുക്കരുത്. ഇതിന് മധ്യത്തിൽ നിൽക്കുന്ന ഒരു ചൂടെടുത്തിട്ട് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെക്കണം. ഈ ഒരു അളവിനെ വെള്ളം ആകാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വെള്ളം തൂങ്ങിപ്പോവും. അപ്പം ഇതുപോലെ പാത്രം ഇറക്കി വെക്കുക. വൈകുന്നേരം ഒരു 6 മണി 7 മണി സമയത്തായിരിക്കും നമ്മൾ മാവ് അരച്ച് വെക്കുന്നത്. അന്നേരം മുതൽ നമ്മൾ കിടക്കാൻ പോകുന്നത് വരെ നമുക്ക് ഈ വെള്ളം ഒഴിച്ച് വെച്ചതിൻ്റെ ചൂട് പോകുമ്പോൾ വേറെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ കിടക്കാൻ പോകുമ്പോഴും അവസാനം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് സിങ്കിലോട്ടൊന്ന് ഇറക്കി വെച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അഥവാ ഇത് പുളിച്ച് ചാടിപ്പോയാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തികേടാകത്തില്ല. അപ്പം നമുക്കിത് സിങ്കിനുള്ളിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് വേണം കിടക്കാൻ പോകാൻ. രാവിലെ നോക്കിക്കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പൊങ്ങിയിരിക്കും. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ രാത്രിയിൽ എങ്ങാനും ഉറക്കത്തിനിടെ എഴുന്നേക്കുവാണെങ്കിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂട് പോയിരിക്കും. അപ്പോൾ വീണ്ടും കുറച്ച് വെള്ളം കൂടെ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. രാവിലെ എന്തായാലും നന്നായിട്ട് മാവ് പൊങ്ങിയിരിക്കും എന്നുള്ളതിന് ഉറപ്പാണ്. നിങ്ങൾക്ക് നന്നായിട്ട് കാണാമല്ലോ. ഇപ്പം കണ്ടോ, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്ന കാണാമല്ലോ. ഞാൻ ദോശയുടെ മാവും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ മാവെല്ലാം നന്നായി നമുക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണ്? ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഉപ്പ് മാവിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലത്തക്ക രീതിയിൽ ഇളക്കിയെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മാവ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കിയെടുക്കാൻ ധൈര്യമായിട്ട് അപ്പം ഉണ്ടാക്കാം. ഇന്നത്തെ ഈ ചെറിയ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.